ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചാറാണ്. അതായത് മുരിങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മുരിങ്ങ ചാറ് തന്നെയാണ് കാണാൻ പോകുന്നത്. ഇത് പൊതുവേ നമ്മൾ കഴിച്ചിരിക്കുന്നത് മാക്സിമം തറവാടിൽ ഉണ്ടാക്കാറുണ്ട്. കഴിച്ചിരിക്കുന്നത് പ്രസവിച്ച് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ മുരിങ്ങ ചാറ് എന്ന് പറയുന്ന സംഭവം. മല്ലിയും ജീരകവും കുരുമുളകും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങ ചാറാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കൊടുക്കുന്നു എന്നുള്ളത് അത് അതിൻ്റെതായിട്ടുള്ള റീസൺസ് നമുക്കറിയാം. ആ വയറിൻ്റെ ഉള്ളിലുള്ള ആ പുണ്ണൊക്കെ ഒന്ന് മാറാനും എന്താ പറയുക പ്രസവിച്ച വയറൊന്ന് കാം ഡൗൺ ആവാനും എല്ലാത്തിനുമാണ് ചെയ്യുന്നത്. പൊതുവെ മുരിങ്ങ മുളകൂഷിയൊന്നും കൊടുക്കാറില്ല. നേരെ മറിച്ച് ഇപ്പോൾ നോർമൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കറി കഴിക്കാവുന്നതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള നല്ല ഔഷധ ഗുണമുണ്ട്. ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടി കലർന്ന് മല്ലി, മുളക്, ജീരകം, കുരുമുളക് എന്നുള്ള സംഭവങ്ങൾ എല്ലാം കൂടി കലർന്ന് മുരിങ്ങയുടെ കൂടെ വരുന്ന സമയത്ത് ഇമ്മൻസ് അയൺ കണ്ടന്റ് ആണ് ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ചാറ് ഒരു കൂട്ടാനായിട്ട് നമുക്ക് ആ ഒരു ലെവലിലേക്ക് കാണാണ്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെവലിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മുരിങ്ങ ചാറ്. വല്ലപ്പോഴേ എനിക്ക് നല്ല മുരിങ്ങ ഇവിടെ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങ ചാറ് ഉണ്ടാക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. വരൂ നമുക്ക് കാണാം പാലക്കാടൻ മുരിങ്ങ ചാറ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് അരക്കുകയാണ് കേട്ടുള്ളൂ നമ്മൾ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു 5-10 ചെറിയുള്ളി തന്നെ എടുക്കുക. ചെറിയുള്ളി തന്നെ എടുക്കണം. ഒരു അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിലിടുക. പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂണ്, വലിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലി, 3-4 വറ്റൽമുളക്, ജീരകം, കുരുമുളക്. ഓക്കെ, ഒക്കെ 1/2 സ്പൂണ് ജീരകം, 1/2 സ്പൂണ് കുരുമുളക്. ഒക്കെ പച്ചക്കാണ് നമ്മൾ അരയ്ക്കണത്. ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂണ് മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അസലായിട്ട് നമ്മൾ മഷി പോലെ നമുക്ക് അരച്ചങ്ങോട്ട് എടുക്കണം. ഇതുപോലെ നമ്മൾ അരച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ചാറാക്കി കലക്കണം. ഓക്കെ, ഒരു നല്ല ഒരു മഷി പോലെ തന്നെ നമ്മൾ അരച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് വെള്ളവും കലർത്തിയിട്ട് നമുക്കൊരു ചാറിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ കുറുകൽ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ചാറ് ഇപ്പം തന്നെ നിങ്ങൾ അതിനെ ആക്കണം കേട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു മുരിങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കൊഴുക്കനെയുള്ള സംഭവത്തിനെ ഒഴിച്ചിട്ട് ആവശ്യമുള്ള വെള്ളം ഇപ്പം നമുക്ക് അതിലേക്ക് ഒഴിച്ച് ചേർക്കാം. ഇത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് മുരിങ്ങച്ചാറിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ ഉണ്ടാവുക. ചില ആൾക്കാർ നല്ലോണം നീട്ടി വെക്കും, ചില ആൾക്കാർ ഇത്തിരി കുറുക്കി വെക്കും. ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വേറെ മസാലകളായിട്ടുള്ള ലെവലിലേക്ക് ഒന്നും തന്നെ ഇല്ല. നമ്മളൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതും ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ടാണ് നമ്മളിതിനെ തിളപ്പിക്കാൻ വെക്കുന്നത്. ഇതൊരു പ്രസവ ശുശ്രൂഷയ്ക്ക് ഉള്ള ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ കൂടുതലും മസാലകൾ ഇട്ടിട്ട് കുത്താൻ അവർ നോക്കാറില്ല. അത് സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഡെയിലി ലൈഫിനുള്ള ഒരു കുക്കിംഗ് എന്നുള്ള രീതിയിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാറിൻ്റെ ആ ഒരു ഇത് കണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഉള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ പഴയ വീട്ടിൽ നിന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി പുതിയ വീട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ വരും. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ആ മല്ലിയുടെയും മുളകിൻ്റെയും പച്ച വാസന, കുരുമുളക് ജീരകത്തിൻ്റെയൊക്കെ പച്ച വാസന പോയിട്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കുറച്ചൊന്ന് കുറുകിയ പോലെ ആയി കഴിയണ സമയത്ത് നമുക്കതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങ, നല്ല അസൽ മുരിങ്ങയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പെരുമാൾ സ്റ്റോറിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കയ്യോടെ തന്നെ മുരിങ്ങച്ചാറ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം നമ്മുടെ പുതിയ വീട്ടിൽ മുരിങ്ങ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മുളകൂഷി ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുള്ള മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുരിങ്ങ ഇതിൽ കിടന്ന് നന്നായിട്ട് വേവണം, തിളയ്ക്കണം. തിളച്ച് നന്നായിട്ട് ആ ഇലകളെല്ലാം തന്നെ വേവണം. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് കൂടി വേണ്ട മുരിങ്ങ വേവാൻ. ഇപ്പോൾ എത്രേന സമയം വേണം? ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കണ സമയത്ത് കുറച്ചൊന്ന് കുറുകിയ പോലെ, അതായത് ഒരു ലൈറ്റായിട്ടൊന്ന് തിക്കായിട്ടുള്ള പോലെ ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് ഇനി നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ആ മുരിങ്ങ കംപ്ലീറ്റ് ആയിട്ട് അതിൽ കിടന്നിട്ട്
ഒരു ഇളം കുറുകിയ നല്ലൊരു ചാറായിട്ട് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിനെയും കൂടി തന്ന് എന്താ പറയുക, കൊണ്ടാട്ടവും പയർ കൊണ്ടാട്ടവും എന്താണ് വെണ്ടയ്ക്ക കൊണ്ടാട്ടവും സാധാരണ കൊണ്ടാട്ടവും ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് തരുന്നത്. ഇത് ആഴ്ചയിലൊരിക്കൽ നിങ്ങൾ എന്തായാലും വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കൂ. ഒരു ദുസ്വാദും ഉണ്ടാവില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കൊണ്ടാട്ടം ഉണ്ടാക്കിക്കോളൂ, മുട്ട വറുത്തത് ഉണ്ടാക്കിക്കോളൂ, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും. പക്ഷേ വളരെ അയേൺ കണ്ടൻറ്റോട് കൂടിയിട്ട് നമ്മുടെ വയറിന് വളരെ സുഖമായിട്ടുള്ള ഫീലിംഗ് തരുന്ന ഈ ഒരു മുരിങ്ങച്ചാറ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. ഇപ്പം ഞാൻ ഒഴിച്ചത് പച്ച വെളിച്ചെണ്ണയാണ്. ഇത് ഓപ്ഷണലാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടാവും, ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല. പക്ഷെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് പാലക്കാടൻ മുരിങ്ങച്ചാറ് എന്ന് പറയുന്ന സംഭവം. വളരെ സിമ്പിൾ റെസിപ്പി അല്ലേ? ഉണ്ടാക്കി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോളൂ. Vinny's Kitchen.